നമസ്കാരം. ഒരു മുഖം നിറയെ ചിരിയും കൂടാതെ ആരോഗ്യത്തിന്റെ പ്രതീകമായ ഒരു ജിം ജീവനക്കാരിയും. തൃപ്രയാറിലെ പലർക്കും ശ്രീലക്ഷ്മി അങ്ങനെയൊരു സാധാരണക്കാരിയായിരുന്നു. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ, അതായത് ജിമ്മിന്റെ മറവിൽ, അവർ മറച്ചുവെച്ചത് മയക്കുമരുന്നിന്റെ മായാലോകമായിരുന്നു എന്ന് ആരെങ്കിലും കരുതിയോ? ജിം സുന്ദരി എന്ന ഓമന പേരിൽ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന 30 വയസ്സുകാരിയായ ശ്രീലക്ഷ്മിക്ക് മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടെന്ന് കേട്ടപ്പോൾ തൃപ്രയാറിലെ നാട്ടുകാരും ഒന്നടങ്കം ഞെട്ടി. ആകർഷകമായ ആ വ്യക്തിത്വം ഉപയോഗിച്ച് ജിംനേഷ്യത്തിന്റെയും അതുപോലെ തന്നെ ബ്യൂട്ടി സലൂണിന്റെയും ഒക്കെ മറവിൽ ശ്രീലക്ഷ്മി തൃപ്രയാറിലെ തീരദേശ മേഖലയിൽ ഒരു ലഹരി സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു. പുറമെ ആരോഗ്യത്തെക്കുറിച്ച് വാചാലയാവുകയും ആളുകളെ ജിമ്മിലേക്ക് ആകർഷിക്കുകയും ചെയ്ത ഈ ലഹരി റാണിക്ക് ഉള്ളിൽ ഒളിപ്പിച്ചത് ഭീകരമായൊരു ഡബിൾ ലൈഫായിരുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള വിശ്വസ്തരായ ഇടപാടുകാർക്ക് മാത്രമായിരുന്നു ശ്രീലക്ഷ്മി ലഹരി മരുന്ന് കൈമാറിയിരുന്നത്. അതീവ സൂക്ഷ്മതയോടെയായിരുന്നു അവരുടെ ഓരോ നീക്കങ്ങളും. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വർഷങ്ങളോളം അവർ ഈ ബിസിനസ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ഒടുവിൽ സത്യം പുറത്തു വന്നു. തീരദേശ മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി വർദ്ധിക്കുന്നതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന് രഹസ്യ വിവരം ലഭിച്ചതോടെയാണ് ഈ ജിം സുന്ദരിയുടെ മായക്കാഴ്ചകൾക്ക് പിന്നിലെ ഭീകര സത്യം പുറത്തുവരുന്നത്. കുട്ടികളെ ലക്ഷ്യമിട്ട് നടത്തിയ ലഹരി വിൽപ്പനയുടെ ഉറവിടം തേടിയുള്ള പോലീസിന്റെ അന്വേഷണം ഒടുവിൽ ചെന്നെത്തിയത് ശ്രീലക്ഷ്മിയിലേക്കാണ്. വലപ്പാട് കരയാമുട്ടം സൊസൈറ്റിക്ക് സമീപമുള്ള വാടക വീട്ടിൽ വെച്ച് ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് അപ്പ് സംഘവും വലപ്പാട് പോലീസും ചേർന്ന് ശ്രീലക്ഷ്മിയെ പോക്കുകയായിരുന്നു. പോലീസ് വീടിനുള്ളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചകളും പലതായിരുന്നു. ചില്ലറ വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന 50ഓളം ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകളും 90,500 രൂപയും കൂടാതെ 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിലും. പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചിറയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മി ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും ശ്രീലക്ഷ്മിക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ പ്രധാന കണ്ണിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അബ്ദുൾ സലാം നർക്കോട്ടിക് സെൽ DYSP, മാത്യു വാടാനപ്പള്ളി, എബിൻ വലപ്പാട് SI, ഡാൻസ് ഓഫ് SIമാരായ R പ്രദീപ്, ഷൈൻ ASI, ലിജു ഇയാനി, ACPO ബിജു, CPOമാരായ നിഷാന്ത്, സുർജിത് സാഗർ, വലപ്പാട് സ്റ്റേഷനിലെ SI ഉണ്ണി, സിയാദ്, സൈനുദ്ദീൻ, CPO ഷാലീന എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പക്ഷേ തൽക്കാലം ശ്രീലക്ഷ്മി അഴിക്കുള്ളിലായെങ്കിലും ഈ ലഹരി മാഫിയയ്ക്ക് പിന്നിൽ മറ്റൊരാളുണ്ടാകും. എന്തായാലും ശ്രീലക്ഷ്മിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഇത് ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു.